നമ്മളിന്ന് പോണത് കുഞ്ഞാറ്റയ്ക്ക് ഒരു കുഞ്ഞാഗ്രഹം സാധിച്ചു കൊടുക്കണം കേട്ടോ. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ എന്തായാലും സാധിച്ചു കൊടുക്കണം. വലുതായി കഴിഞ്ഞാൽ കുഞ്ഞാഗ്രഹങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്, അപ്പോൾ നമുക്ക് ചന്തയുണ്ട്, അവിടെയാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഇതാ കോങ്ങാട് എത്തി നോക്കുമ്പോൾ അവൾ പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. നമ്മളൊരു കുഞ്ഞ് കോഴിക്കുട്ടികളെ മേടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ കുറേ ആയി പറയും നമുക്ക് കളിക്കാൻ ആരുമില്ല, കോഴിക്കുട്ടി വേണം, കോഴിക്കുഞ്ഞ് വേണമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ചന്തയിൽ പോയാൽ കിട്ടുന്ന വേണ്ട വന്നത്. പക്ഷേ അവിടെ പോയപ്പോൾ അത് പോയിരിക്കണം. നമ്മളൊരു 5 മണിയൊക്കെ ടൈമിലാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതവിടെ ഒരു ഓപ്പോസിറ്റ് കടയിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ വന്നപ്പോൾ അവിടെ കുറേ കോഴിക്കുട്ടി മാത്രമല്ല കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള താറാവുണ്ട് കേട്ടോ. 2 ജോഡിക്ക് 350 അങ്ങനെയാണ് പറഞ്ഞത്. വലിയ താറാവുണ്ട്, പിന്നെ നല്ല ഭംഗിയുള്ള പക്ഷികൾ, അവർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതേപോലെ തന്നെ മുയലുണ്ട് കേട്ടോ, ജോഡിക്ക് 550 എന്ന് അവർ പറഞ്ഞത്. നല്ല രസമുണ്ട് കേട്ടോ. വളർത്തുന്നവർക്ക് വളർത്താൻ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ കളർ കോഴിക്കുഞ്ഞിന് മേടിക്കുക എന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. ഇതിനൊന്നിന് 15 രൂപയൊക്കെ ഉള്ളൂ തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഒന്നും മേടിക്കുന്നില്ല, 2 എണ്ണം മേടിച്ചിട്ട് നമുക്ക് നോക്കാം എന്താ അവസ്ഥ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ ഒരു കൂടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മേടിക്കാമല്ലോ വെച്ചു. പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതപ്പോൾ നമ്മൾ നല്ല ക്യൂട്ടായിട്ട് 2 കളറുള്ള കോഴിക്കുഞ്ഞിൽ കവറിലാക്കി തന്നിട്ടുണ്ട് അവർ. നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതിന് ജീവിക്കല്ലേ എന്നൊന്നും അറിയില്ല, കുഞ്ഞാറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവൾ നന്നായി നോക്കുന്നറിയാം കേട്ടോ. അവൾക്ക് ഭയങ്കര കെയറിങ് ആണ്. എനിക്ക് ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം. അതുപോലെ അവൾ നോക്കുന്ന വിശ്വസിച്ച് അവൾക്ക് മേടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് എന്തൊക്കെ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ വാപ്പാൻ്റെ കൈയും പിടിച്ച് കോഴിക്കുട്ടിനെയും പിടിച്ച് ചന്തയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ കുറേ ആയി പറയണു, പക്ഷെ ഇപ്പോഴാണ് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയത്. അങ്ങനത്തെ പിന്നെ പോയത് ഇതാ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു കടയ്ക്കാണ് കേട്ടോ. ബേക്കറി ഐറ്റംസൊക്കെ മേടിക്കുന്ന കടയ്ക്കാണ്. അപ്പോൾ പിന്നെ കുടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വട്ട മേടിക്കണം, ഒരു കുടം മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ എടുത്തു. ഇവിടെയാണെങ്കിൽ നല്ല ടേസ്റ്റിലും നല്ല ലാഭത്തിലും കിട്ടും. അത് കഴിഞ്ഞ് നേരെ പോയത് കുറച്ച് എണ്ണക്കടി മേടിക്കാമെന്ന് വിചാരിച്ചു, ബജ്ജി. അപ്പോൾ കുഞ്ഞാറ്റിക്ക് പറഞ്ഞു ബോണ്ട മതിയെന്ന്. അപ്പോൾ അവൾ അത് മേടിച്ച്, ഞങ്ങൾ രണ്ടും ബജ്ജി മേടിച്ച് പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നേരെ പോയത് ഈ മിഠായി മേടിക്കാനാണ് കേട്ടോ. മിഠായി കടിക്കുക ഒരു കൊതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീടെത്തി. അപ്പോൾ അത് അവൻ്റെ ഒരു കുഞ്ഞ് ഡപ്പയിലാക്കി വെച്ച്, നമുക്ക് കൂടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇനിയൊക്കെ കുഞ്ഞാറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 അതിഥികൾ കൂടി ആയിട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.